പ്രിയപ്പെട്ടവരെ, ലോകം ഒന്നടങ്കം കേൾക്കുന്ന രൂപത്തിൽ പാണക്കാട് കൊടപ്പനക്ക തറവാടിനെയും കൊടപ്പനക്ക തറവാടിൽ താമസിക്കുന്ന തങ്ങന്മാരെയും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള ഒരു പ്രസംഗമാണ് SKSFൻ്റെ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹം പാണക്കാട് തങ്ങന്മാരെയും അതുപോലെ തന്നെ കൊടപ്പനക്ക തറവാട്ടിനെയും എല്ലാം ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം തന്നെ ഒരു തിരുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അത്രമേൽ നീചമായ വാക്കുകളിലൂടെ പ്രസംഗിച്ച SKSFൻ്റെ ജനറൽ സെക്രട്ടറി SKSFൻ്റെ മുഖദ്ദസ് ജാഥയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിലെത്തിയപ്പോൾ ആ ജാഥാംഗമായിട്ടുള്ള SKSFൻ്റെ ജനറൽ സെക്രട്ടറിയെ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നത്. അവിടെ തന്നെയും തൻ്റെ കുടുംബക്കാരെയും വളരെ മോശമായ രൂപത്തിൽ പ്രസംഗിച്ച ഒരു ഫൈസിയോട് SKSFൻ്റെ ജനറൽ സെക്രട്ടറിയോട് പോലും പൊറുക്കാൻ സാധിക്കുന്ന ഒരു പ്രവർത്തനമാണ് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾക്കുള്ളത് എന്നാണ് ഇതിലൂടെ എല്ലാം മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ആ ഒരു ജാഥാംഗമായിട്ടുള്ള ഈ റഷീദ് ഫൈസിയെ ഷാൾ അണിയിച്ചു കൊണ്ടുപോലും സ്വീകരിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നത്. അപ്പോഴും പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ വളരെ പുഞ്ചിരിയോടുകൂടി സ്നേഹത്തോടു കൂടിയാണ് എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നത്. ആ പ്രസംഗിച്ച റഷീദ് ഫൈസിക്ക് ഷാൾ അണിയിക്കുമ്പോൾ പോലും പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മുഖത്ത് നിന്ന് ആ പുഞ്ചിരി മായുന്നില്ല. അദ്ദേഹം അത്രമേൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒന്നും ഇല്ല എന്ന്, യാതൊരു ദേഷ്യമോ ഒരു വെറുപ്പോ ഒരു വിദ്വേഷമോ ആ പ്രസംഗിച്ച ആളോട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു മാന്യതയാണ്, ഒരു വിട്ടുവീഴ്ചയാണ്. അദ്ദേഹം പൊറുക്കുന്നതിന് പോലും തയ്യാറാണ് എന്നുള്ള ഒരു സുന്ദരമായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ്. ആ SKSFൻ്റെ ജനറൽ സെക്രട്ടറിയെ രൂക്ഷമായിട്ട് പാണക്കാട് കൊടപ്പനക്ക തറവാടിനെയും അവിടുത്തെ തങ്കന്മാരെയും ഒക്കെ ഒരു വിമർശിച്ചുകൊണ്ട് പ്രസംഗിച്ച SKSFൻ്റെ ജനറൽ സെക്രട്ടറിയെ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഹസ്തദാനം ചെയ്തുകൊണ്ട് സ്വീകരിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി വളരെ പുഞ്ചിയോടുകൂടി പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിലെത്തിയപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്വീകരിക്കുകയാണ്. അദ്ദേഹത്തിനടുത്തായിട്ട് ബഹുമാന്യനും ആദരണീയനുമായിട്ടുള്ള സമസ്തയുടെ ജനറൽ സെക്രട്ടറി ബഹുമാന്യനും ആദരണീയനുമായിട്ടുള്ള ആലിക്കുട്ടി മുസ്ലിയാർ അടക്കമുള്ള മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിലാണ് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇത്തരത്തിലുള്ളൊരു മാതൃകാ പ്രവർത്തനം അവിടെ ചെയ്തത്. വളരെ അഭിനന്ദനാർഹമാണ്, വളരെ മാതൃകാപരമാണ്. പ്രത്യേകിച്ച് ആ ജാഥാംഗം എന്നുള്ള രൂപത്തിൽ അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ആ ജാഥാംഗങ്ങളെ സ്വീകരിക്കുമ്പോൾ ചെയ്യേണ്ട ഷാളണിയിക്കുക എന്നുള്ള ആ മാന്യത സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ യാതൊരു വെറുപ്പോ ദേഷ്യമോ വിദ്വേഷമോ ഒന്നും തന്നെ മനസ്സിൽ വെക്കാതെ ആ ഒരു ചടങ്ങ് ഗംഭീരമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്ത ത്യാഗം വളരെ അഭിനന്ദനാർഹമാണ്, മാതൃകാപരമാണ്. ഇതാണ് എല്ലാവരും മാതൃകയാക്കേണ്ടത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പാണക്കാട് തങ്ങന്മാർക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾക്കുമുള്ള പ്രത്യേകത. യാതൊരു മനസ്സിൽ യാതൊന്ന് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. എല്ലായിടത്തും വിട്ടുവീഴ്ചയുടെയും ഐക്യത്തിൻ്റെയും പ്രതീകമാകണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ നിർബന്ധ ബുദ്ധിയാണ് എല്ലാ കാലത്തും തെളിഞ്ഞു കാണുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് SKSFൻ്റെ മുഖദ്ദസ് സന്ദേശ യാത്ര പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിലെത്തിയപ്പോൾ തന്നെയും തൻ്റെ കുടുംബത്തെയും രൂക്ഷമായിട്ട് ഒരു പൊതുവേദിയിൽ വിമർശിച്ച SKSFൻ്റെ ജനറൽ സെക്രട്ടറിയെ തന്നെ ഹസ്തദാനം ചെയ്തും തോളോട് ചേർത്തും അതുപോലെ തന്നെ ഷാൾ അണിയിച്ചുകൊണ്ടും പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കരുത് എന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിനായിട്ടുള്ള സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അനുയായികൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് അദ്ദേഹം തന്നെ പകരുന്ന ഒരു സന്ദേശമാണ് ഈ ഒരു ചിത്രം. ഈ ഒരു ചിത്രത്തിലൂടെ അദ്ദേഹം ലോകത്തെമ്പാടുമുള്ള അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുള്ള എല്ലാവർക്കും അദ്ദേഹം ഒരു സന്ദേശമാണ് ഇത് പകർന്നത്. വളരെ
അഭിനന്ദനാർഹമാണ്. അതിനുശേഷം അദ്ദേഹം പ്രസംഗിക്കുമ്പോഴും ഈ റഷീദ് ഫൈസിയെ പോലുള്ള ആളുകൾ ആ വേദിയിലുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഒരു പ്രസംഗത്തിൽ പോലും ഒരു വാക്ക് കൊണ്ടോ ഒരു നോക്ക് കൊണ്ടോ പോലും യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കാതെ അദ്ദേഹം വളരെ ഭംഗിയായിക്കൊണ്ട് അദ്ദേഹം ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പ്രസംഗിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രൗഢഗംഭീരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. അദ്ദേഹത്തെ കേൾക്കാൻ 10,000-കണക്കിന് ആളുകളുണ്ടായിട്ട് പോലും അവർക്ക് പോലും ഒരു ദുഃഖമുണ്ടാക്കുന്ന രൂപത്തിൽ, യാതൊന്നും ഒരു പ്രകോപനമുണ്ടാക്കുന്ന രൂപത്തിൽ അദ്ദേഹം പ്രസംഗിക്കാതെ അദ്ദേഹം പ്രൗഢഗംഭീരമായ ഒരു പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതൊക്കെ കേട്ടുകൊണ്ട് SKSFൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആ ഒരു മാന്യദ്ദേഹം അവിടെ സ്റ്റേജിലുണ്ടായിരുന്നു. അദ്ദേഹം ഈ പ്രസംഗമൊക്കെ കേട്ടിരുന്നു. അദ്ദേഹം ഇതൊക്കെ കേട്ടുകൊണ്ട് അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇനിയുള്ള ജീവിതത്തിലെങ്കിലും നല്ല രൂപത്തിൽ പാണക്കാട് തങ്ങന്മാരെയും അതുപോലെ തന്നെ കൊടപ്പനക്ക തറവാടിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. അതിന് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഈ ചേർത്ത് നിർത്തലുകൾ, അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു ഹസ്തദാനം, അദ്ദേഹത്തിന് ഷാളണിയിച്ചതൊക്കെ ഈ SKSFൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള റഷീദ് ഫൈസിക്ക് ഇനിയുള്ള ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാവാൻ അത് കാരണമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അതിന് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഈ ചേർത്ത് നിർത്തൽ ഒരു കാരണമാകട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു.